പ്രിയപ്പെട്ട മുത്തിൻ്റെ വിവാഹമാണിന്ന് ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലും സന്തോഷത്തിലും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഇവിടെ വളരെ സന്തോഷകരമായി നടന്നു. അവൻ്റെ ഭാവി ജീവിതം നല്ല പങ്കാളിയോടൊപ്പം സുഖകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനും അവൾ പരിചയപ്പെട്ടത് ആദ്യമായിട്ട്. അതിനുശേഷം മീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം വീട്ടിലൊന്നും അറിയില്ല. ഒരു കുട്ടിക്കളി പ്രണയം പോലെ കണ്ടിട്ടാണ് പ്രണയിക്കാൻ തുടങ്ങിയത്. ഇത് തമാശ, ഇത് പോയാൽ അടുത്തൊന്ന് വെച്ച് പിന്നെ അങ്ങനെ പയ്യന്നൂർ വെച്ച് മീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇഷ്ടത്തിലായി. അവൾക്ക് മറക്കാൻ പറ്റാത്ത സർപ്രൈസ് കൊടുത്തു കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവളുടെ ഇഷ്ടം പറഞ്ഞാൽ ഞാൻ അവളോട് പറഞ്ഞു. അവൾ പറഞ്ഞു എനിക്ക് സിംഗിൾ ലൈഫാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞു നീ എൻ്റെ കൂടെ വാ, എനിക്ക് നല്ല ലൈഫ് കാണിച്ചു തരാം. ഏറ്റവും നല്ല ബഗിഡായ ലൈഫ് ഞാൻ കുറച്ച് കാലം അവൾക്ക് കാണിച്ചു കൊടുത്തു. അതാണ് ഞാൻ അവൾക്ക് എടുത്ത സർപ്രൈസ്. ഹലോ, നമ്മൾ ഇവിടെ വ്യോമസേനയുടെ പാരമ്പര്യമായ 25 പുഷപ്പുകൾ അടിച്ച് ചമ്പാന്റെ കല്യാണത്തിന് വെഡ്ഡിങ് ഡ്രസ്സ് കണ്ടപ്പോൾ ഞാനൊന്ന് എക്സൈറ്റഡായി. മീൻസ് അവൾ ആഗ്രഹിച്ചതിലും ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ അവളെ ഭംഗിയായി കാണാൻ ആ വെഡ്ഡിങ് ഡ്രസ്സിൽ കാണാൻ സാധിച്ചു. ക്യാരക്ടറിൽ എനിക്ക് അവളെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവളെ വാശിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വാശി പിടിച്ച നല്ല സ്റ്റൈൽ അവളെ ഞാനും ആളും വളരെ എന്താ പറയുക വല്ലാത്തൊരു വരുന്നതിനേക്കാളും ഇപ്പോൾ കൂടുതൽ ഭയങ്കര ബോണ്ടായിട്ട് സമയത്താണ് ഇപ്പം മാള് വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ എന്തായാലും ഒരു സങ്കടം കൂടുതലുണ്ട്. എന്നാലും നല്ലൊരു ലൈഫിലോട്ട് പോട്ടെ, നല്ലൊരു ജീവിതം കിട്ടട്ടെ. അവൾ വിചാരിച്ച പോലെ, അവൾ ആഗ്രഹിച്ച പോലെ നല്ല സന്തോഷത്തോടെ അവൾക്ക് ജീവിക്കാൻ പറ്റട്ടെ. മാളുവിനെ കുറിച്ച് എന്താ പറയുക, പിന്നെ നമ്മളെപ്പോഴടിയാന്ന് ഒന്ന് രണ്ട് പറഞ്ഞിങ്ങനെ ഇപ്പം വഴക്കാണെങ്കിലും അവളിപ്പോൾ ഇങ്ങനെ കല്യാണം കഴിച്ച് പോകുന്നതെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു അവളെ കല്യാണം എന്ന് പറയുന്നത്. മാളുവിൻ്റെ കല്യാണം നല്ല ഭംഗിയായി നടന്നു. പക്ഷേ അവൾ ഒരു ദിവസം പോലും എന്നെ പിരിഞ്ഞു നിൽക്കാത്തൊരു കുട്ടിയാണ്. ഇപ്പം ഞാനും കൂടി ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇപ്പം മോളില്ലാണ്ട് ഞാൻ
ഇപ്പം അച്ഛനില്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട് എല്ലാവർക്കും. അച്ഛൻ്റെ ഓർമ്മകളേ ഉള്ളൂ. രാവിലെ തന്നെ കണ്ടിട്ടേ ഓട്ടം തൊഴുത് വരുമ്പം പറയാനില്ല, ഇമോഷണായിട്ട്. മുത്തിനും മാളുവിനും ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ് മാളു ആൻഡ് ആഷ്. എടാ മുത്തേ, ഡ്യൂട്ടിയിലാണ്. പിന്നെ അനിയൻ്റെ കല്യാണത്തിന് ഏട്ടൻ ഡ്യൂട്ടിയിലാണെന്ന് പറയുമ്പോൾ സത്യമായിട്ട് കല്യാണത്തിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിന്. ഇപ്പോൾ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള സങ്കടം അതുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ജോലി കിട്ടി, കോഴ്സിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏട്ടാ ഇനിയിപ്പം നാട്ടിലെ ഉത്സവവും പരിപാടിയും എല്ലാം അങ്ങ് മറന്നേക്കുന്നുള്ളത്. സത്യം അത് പറഞ്ഞ പോലെ തന്നെ ആയി. എന്തായാലും വന്നിട്ട് കാണാം. പിന്നെ അപ്പോൾ മാളുവിനും മുത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ രണ്ടാളും സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.